Hi all. Today we are going to discuss BEGC 106 Popular Literature, third block, then second unit. അഗത ക്രിസ്റ്റി എഴുതിയിട്ടുള്ള ദ മേർഡർ ഓഫ് റോജർ എക്രോയിഡ് എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി. ഡു യു ലൈക്ക് ഡിറ്റക്റ്റീവ് സ്റ്റോറി? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറീസൊക്കെ. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ദ മേർഡർ ഓഫ് റോജർ എക്രോയിഡ് എന്ന് പറയുന്ന സ്റ്റോറി. ഈ 1926 ഈ ഒരു സ്റ്റോറി റിലീസായത്. അഗത ക്രിസ്റ്റിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. നമുക്ക് അഗത ക്രിസ്റ്റിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് നോക്കാം. ഭയങ്കര അവരുടെ റൈറ്റിങ്സിലൊക്കെ ഭയങ്കര നമ്മുടെ ഈ ഷെർലക് ഹോംസിനെ പോലെ തന്നെ അവരുടെയൊക്കെ കൂടെ നിർത്താൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെ സൃഷ്ടിച്ച ആളാണ് അഗത ക്രിസ്റ്റി എന്ന് പറയുന്നത്. അവർ അറിയപ്പെടുന്നത് ദ ക്വീൻ ഓഫ് ക്രൈം എന്നാണ് അവർ അറിയപ്പെടുന്നത് തന്നെ. ഒരു ക്രൈമിൻ്റെ ക്വീനായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. നമ്മുടെ ഷെർലക് ഹോംസിന് ശേഷം തന്നെ ലോകമെമ്പാടും പോപ്പുലർ ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള അവരുടെ ക്രിയേറ്ററാണ് ഹെർക്യൂൾ പോയറോട്ട് എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ മിസ് മാപ്പിൾ എന്ന് പറയുന്ന ആളും. ഈ രണ്ട് ക്യാരക്ടേഴ്സും നമ്മുടെ ഈ അഗത ക്രിസ്റ്റിയുടെ സൃഷ്ടികളാണ് എന്നുള്ളതാണ്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച ആളാണ് നമ്മുടെ അഗത ക്രിസ്റ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് അവരുടെ കഥാപാത്രമായിട്ടുള്ള ഹെർക്യൂൾ പോയറോട്ടിൻ്റെ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. 1920-കളിലാണ് ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ ഏറ്റവും നല്ല ഒരു ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു കാലത്ത് എന്താണ് സസ്പെൻസുകൾ അതുപോലെ തന്നെ വുഡണിറ്റ് എന്നുള്ള അതിൻ്റെ ഒരു വളർച്ചാ കാലഘട്ടമാണ്. ഈ ഒരു ടൈമിൽ തന്നെ അർബണൈസേഷൻ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ സോഷ്യൽ റിഫോംസ് ഇവയെല്ലാം എന്താണ് ഈ ഒരു ക്രൈം സ്റ്റോറിക്ക് കൂടുതലുള്ള ഒരു വളർച്ച നൽകി എന്നുള്ളതാണ്. പിന്നെ ഒരു 1950-ലൊക്കെ എത്തിയപ്പോഴേക്കും പ്രിൻറ്റ് മീഡിയ ന്യൂസ് പേപ്പേഴ്സ് ഇതിൻ്റെയൊക്കെ ഒരു വളർച്ച എന്ത് ചെയ്തു, ഈ ക്രൈം സ്റ്റോറീസ് ജനങ്ങളിലേക്ക് കൂടുതൽ എത്താൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു മുൻ ഡിറ്റക്റ്റീവ്സ് ആരായിരുന്നു? എഡ്ജർ അലാൻ പോയ്, ദെൻ കെനോൻ ഡോയിലെ നമ്മൾ ഷെർലക് ഹോംസ് എഴുതിയിട്ടുള്ള ആളാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ക്രിസ്റ്റിയുടെ ആദ്യത്തെ നോവലാണ് ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റേൽസ് എന്ന് പറയുന്ന 1920-ലാണ് അത് എഴുതിയിട്ടുള്ളത്. ദെൻ അവരുടെ രണ്ടാമത്തെ വർക്ക് 1926-ലാണ് നമുക്ക് പഠിക്കാനുള്ള ദ മേർഡർ ഓഫ് റോജർ എക്രോയിഡ് എന്ന് പറയുന്ന അവരുടെ തന്നെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്റ്റോറി പറയുന്ന നറേറ്റർ തന്നെയാണ് ഇതിൻ്റെ സസ്പെൻസ് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മർഡർ എന്ന് പറയുന്നത് കൊല ചെയ്യപ്പെട്ട ആളാരാണ്? ഇതിൻ്റെ നരേറ്റർ തന്നെയാണ് എന്നുള്ളൊരു പുതിയ രീതിക്ക് തുടക്കമിട്ട ആളാണ് ആര്? നമ്മുടെ അഗത ക്രിസ്റ്റി എന്ന് പറയുന്നത്. ആ ഒരു കാലത്ത് ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എഴുതുമ്പം അതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്, നമുക്കത് പഠിക്കാനുണ്ട്. അപ്പം അതിനൊക്കെ തിരുത്തിക്കൊണ്ട് ഈ നരേറ്റർ തന്നെ ഇപ്പം ഒരാൾ ഒരു സ്റ്റോറി പറയുമ്പം ആ സ്റ്റോറിയിൽ അയാൾ ചെയ്ത ക്രൈമുകളെ മറച്ചു വെച്ചിട്ട് അയാൾ ആ സ്റ്റോറി പറയുള്ളൂ. അപ്പോൾ നമുക്കറിയാം അപ്പം വായനക്കാർക്ക് എന്ത് ചെയ്യും, വേറെയുള്ള കഥാപാത്രങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് അവനായിരിക്കും അല്ലെങ്കിൽ അവളായിരിക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. കാരണം പറയുന്ന ആളെന്താണ്, അയാളുടെ തെറ്റുകൾ മുഴുവൻ മറച്ചു വെച്ചിട്ടാണ് നമുക്ക് ആ സ്റ്റോറി പറഞ്ഞു തരുന്നത്. അപ്പം അവസാനം ഈ ചെയ്ത ആളെ പറയുമ്പം എല്ലാവരും റീഡേഴ്സൊക്കെ എന്ത് ചെയ്യും, യെസ് ഞെട്ടിപ്പോവും. അതിന് വേണ്ടിയിട്ട് ആ ഒരു ക്ലൈമാക്സിന് വേണ്ടിയിട്ട് ആണ് അഗത ക്രിസ്റ്റി ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അതിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം തന്നെ ആ ഒരു സമ്മറിയിലോട്ട് പോകാം. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനൊരു സമ്മറി ചെറിയൊരു കാര്യമാണ് സമ്മറി ആയിട്ട് പറയുന്നത്. പക്ഷേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് പല ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. അപ്പം ഞാൻ സമ്മറി പറഞ്ഞത് കഴിഞ്ഞിട്ട് ഇത് മതി എന്ന് വിചാരിച്ച് പോകരുത്. കാരണം സമ്മറി കേട്ട് കഴിഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ എല്ലാവരും സമ്മറി കേട്ട് കഴിഞ്ഞിട്ട് അതും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5-ലോ 1.75-ലോ 2x-ലോ എങ്ങനെ ഇട്ട് വേണമെങ്കിലും കേൾക്കാം. പക്ഷേ നിങ്ങൾ കേൾക്കാതെ എക്സാം എഴുതാൻ പോകരുത്. സോ ലെറ്റ്സ് ബിഗിൻ അവർ സ്റ്റോറി. ഈ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയൊരു വില്ലേജിലാണ്, കിങ്സ് അബൌട്ട് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഡോക്ടറായിട്ടുള്ള ജെയിംസ് ഷെപ്പാർഡ് ആണ് ഇതിൻ്റെ നറേറ്റർ എന്ന് പറയുന്നത്. ആ ഒരു വില്ലേജിലുള്ള ആളാണ് നമ്മുടെ ജെയിംസ് ഷെപ്പാർഡ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹമാണ് ഈ ഒരു കഥ നമുക്ക് നറേറ്റ് ചെയ്ത് തരുന്നത്. പിന്നെ അദ്ദേഹം ഭയങ്കര ജനശ്രദ്ധയുള്ള ആളുകൾ ബഹുമാനിക്കപ്പെടുന്ന അത്രയും നല്ലൊരു വ്യക്തിത്വമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മിസ്സിസ് ഫെറാസ് എന്ന് പറയുന്ന ഒരു വിഡോ ആയിട്ടുള്ള ഒരു വെൽത്തി വിഡോ ആയിട്ടുള്ള ഒരു സ്ത്രീ മരിച്ചു, ആത്മഹത്യ ചെയ്തു. അപ്പം അതിൻ്റെ ആ ഒരു മരണമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. അവർ മരിക്കുമ്പം വില്ലേജേഴ്സൊക്കെ പറയുന്നത് എന്താണ്, മദ്യം കൂടുതൽ കുടിച്ച് മരണപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ കെറോലിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. നമ്മുടെ ഇപ്പം പറഞ്ഞ ഈ ഡോക്ടറുടെ സഹോദരിയാണ് ഈ കെറോലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ ഭർത്താവിനെയും അവർ വിഷം കൊടുത്ത് കൊന്നതാണ് എന്നുള്ള ഒരു കാര്യം നമ്മുടെ കെറോലിൻ അവിടെ പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ കെറോലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു വില്ലേജിലുള്ള പല കാര്യങ്ങളും അറിയുന്നൊരു
ഒരു ക്യാരക്ടറാണ്. ഇപ്പം പല ഗോസിപ്പുകളും കാര്യങ്ങളും അവർക്കറിയാം. ഇപ്പം നമ്മളൊക്കെ നാട്ടിലുണ്ടാവും. നമ്മൾ ന്യൂസ് റെക്കോർഡർ, റേഡിയോ റെക്കോർഡർ എന്നൊക്കെ പറഞ്ഞ് പലരെയും നമ്മളെന്നെ കളിയാക്കാറുണ്ട്. കാരണം എന്താ, അവർക്ക് നമുക്കറിയാത്ത പല സീക്രട്ട്സും അവർക്കറിയാം. അവർ ആരോടെങ്കിലും പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ അവരത് അറിഞ്ഞിരിക്കും. പിന്നെ അവർ ആകെ അത് എല്ലായിടത്തും എത്തിക്കുകയും ചെയ്യും. അങ്ങനത്തെ ആളുകളുണ്ടാവും. അപ്പം അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഈ കെരോലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അവൾക്ക് ഭയങ്കര ഊഹിക്കാനുള്ളൊരു ശക്തിയുണ്ട്. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ വലിയ ഒരു ഡിറ്റക്റ്റീവിൻ്റെ ഒരു സ്മോൾ വില്ലേജ് ഡിറ്റക്റ്റീവ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കെരോലിൻ അതിൽ പറയുന്നുണ്ട്. നമുക്ക് അവരെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. പക്ഷേ എന്താ കാര്യം ചോദിച്ചാൽ അവരുടെ പല ക്ലൂസും ശരിയാവാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ സംഭവം തന്നെയാണെങ്കിൽ നമ്മുടെ ഫെറാൾസ് എന്താണ് ശരിക്കും വിഷം കഴിച്ച് മരിച്ചത് തന്നെയാണ്. അതുപോലെ തന്നെ ക്രൂരനായിട്ടുള്ള ഹസ്ബൻഡിനെ വിഷം കൊടുത്ത് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇതിൻ്റെ പേരിൽ എന്താണ്, നീ നിൻ്റെ ഹസ്ബൻഡിനെ വിഷം കൊടുത്തത് കൊന്നതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ പേരിൽ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരുപാട് പണം പിടിക്കുന്ന ഒരാളുണ്ട്. ഇതെന്താണ്, ഇത് സഹിക്കാൻ പറ്റാതെയാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്നുള്ള റൂമേഴ്സൊക്കെ അവിടെ ഇങ്ങനെ പരക്കാണ് ആ ഒരു മരണത്തിന് ശേഷം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ മരിച്ച ഫെറാർസ്, മിസ്സസ് ഫെറാർസ് എന്താണ്, അവർ മരിക്കുന്നതിന് മുമ്പ് ഈ ഫെറാർസും അതുപോലെ തന്നെ ഈ എക്രിയോഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അവർ തമ്മിൽ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചതായിരുന്നു. ഈ എക്രോയിഡ് എന്ന് പറയുന്നത് അദ്ദേഹം പിന്നീട് മരിക്കുന്നുണ്ട് ഇതിൽ. അദ്ദേഹത്തിൻ്റെ മരണമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ ഒരു അന്വേഷണപരമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അവർ തമ്മിൽ ഒരു ചെറിയൊരു ഇഷ്ടത്തിലായിരുന്നു അവർ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു. ഈ അക്രോയിഡ് എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചു പോയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ആളും സഹോദരനും മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ സഹോദരൻ്റെ വൈഫും അവരുടെ മകനും അവരുടെ വീട്ടിൽ തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. അതായത് ഇയാളുടെ ഒരു സ്റ്റെപ്പ് സണ്ണായിട്ട് ഉള്ള ആളും ഒക്കെ ആ ഒരു വീട്ടിലുണ്ട്. അങ്ങനെ എന്താണ്, അവരുടെ മിസ്സസ് ഫെറാസിൻ്റെ കത്ത് ആക്രിയോട്ടിന് കിട്ടുമ്പോൾ തന്നെ അതിൽ 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ പറയുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ ഭർത്താവിനെ വിഷം കഴിച്ച് കൊന്നത് എന്നുള്ള കാര്യം അതിൽ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഇന്ന ആളാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു പേര് വായിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് വായിക്കുമ്പോഴത്തിന് വേറൊരാളാൽ അദ്ദേഹം വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് ഡോക്ടർ ഷെഫേർഡ് അക്രോയിഡിൻ്റെ വീട്ടിലേക്ക് അവൻ വിളിച്ചതിൻ്റെ പേരിൽ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അവരെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ സ്റ്റഡി റൂമിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നത് കാണുന്നത്. പിന്നീട് ആ റൂം പൂട്ടിയ നിലയിലും ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഇതിൻ്റെ ഒരു അന്വേഷണം ആയിട്ട് ബെൽജിയത്തിലുള്ള ഒരു ഡിറ്റക്റ്റീവായിട്ടുള്ള ഹെർക്യൂൾ പൈററ്റ് എന്ന് പറയുന്ന ഈ ഒരു ഡിറ്റക്റ്റീവ് ഈ ഒരു കഥയിലേക്ക് വരുന്നത്. അങ്ങനെ ആരാണ് ഇനി ഈ ഒരു ക്രൈം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹെർക്യൂൾ പൈററ്റ് ഈ ഒരു സ്റ്റോറിയിലേക്ക് എൻ്റർ ആവുന്നത്. ഇനി പുറമേ നിന്നുള്ള ഒരാൾ എൻ്റർ ആകുമ്പം ആ ഒരു നാട്ടിലുള്ള ആളുകളിൽ എന്താണ് ഒരു ദയവും ദാക്ഷിണ്യവും ഒന്നും കാണിക്കേണ്ട ആവശ്യം അയാൾക്കില്ല. അയാൾക്കൊരു പരിചയക്കാരനില്ല. അപ്പം എന്താണ്, ശരിക്കുമുള്ള ആ ഒരു ക്രൈമിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കാൻ അയാൾക്ക് പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ സംശയാസ്പദമായിട്ട് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ആളാണ് ഫ്ലോറ അക്യോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ അക്യോഡിൻ്റെ ഒരു ബന്ധുവായിട്ട് വരും. ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ മേജർ ബ്ലണ്ട് എന്ന് പറയുന്ന അദ്ദേഹം ഇതിൽ ഒരു വലിയ സാധ്യതകളൊന്നുമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഇതിൻ്റെ ഒരു സംശയിക്കുന്ന ഒരു നിഴലിൽ ആണ് എന്ന് പറയാം. അദ്ദേഹം ഒരു റിട്ടയർഡ് ആയിട്ടുള്ള സൈനിക ഓഫീസറാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഫ്ലോറയെ സീക്രട്ടായിട്ട് ലവ് ചെയ്യുന്നുണ്ട്. ഈ മേജർ ബ്ലണ്ട് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഭയങ്കര കൈൻഡായിട്ടുള്ള ഭയങ്കര ഒരു ധാർഷ്ട്യ സ്വഭാവം ഉള്ള ഒരാളാണ്. എന്താണ്, നിഷ്കളമായിട്ടാണ് അദ്ദേഹം എല്ലാം തുറന്നു പറയുന്നത്. അദ്ദേഹം ഒന്നും മറച്ചു വെക്കുന്ന ഒരു ടൈപ്പൊന്നല്ല. അദ്ദേഹം ഉള്ളതുപോലെ പറയുന്ന ആളാണ്. അതുപോലെ തന്നെ വേറൊരാളാണ് റാൽഫ് പാറ്റൺ. ഇദ്ദേഹത്തെയാണ് കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ മരണം കൂടുതലായിട്ട് ബാധിക്കുന്നത്. കാരണം ഇദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പ് സൺ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചിട്ട് ആ സഹോദരൻ്റെ മകനാണ് റാൽഫ് പാറ്റൺ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ കൂടുതലായിട്ട് ഈ ഒരു ക്രൈമിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പറയാൻ കാരണം അദ്ദേഹം കൂടുതലായിട്ട് പണം ചിലവാക്കുന്ന ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആളുകളിൽ നിന്നും പൈസ വാങ്ങുന്ന സ്വഭാവമുണ്ട്. ഇങ്ങനെ ഈ ഒരു ഡെപ്ത് കാരണം കുറേ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നല്ല ആളാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ധനകാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫാമിലിയിലെ പ്രഷർ കാരണം അദ്ദേഹം ഒരു മിസ്സിസ് ഫ്ലോറ അക്യോഡിനെ വിവാഹം കഴിക്കേണ്ടതായിട്ട് അദ്ദേഹം നിർബന്ധിതനാവാണ്. പക്ഷേ അദ്ദേഹം സീക്രട്ടായിട്ട് ഉർസുല ബോണെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉർസുലയാണ് അവനിഷ്ടം. സോ അതുകൊണ്ട് അവളെ അവൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം അക്രോയിഡ് അറിയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും സംഭവങ്ങളും ഒക്കെ അതിനിടയിൽ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് പോയത് നമ്മുടെ ഈ റാൽഫ് പാറ്റോണാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു ക്രൈം നടക്കുന്ന അത് അറിയുന്ന സമയം തന്നെ അദ്ദേഹം അവിടുന്ന് മുങ്ങാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത ആളാണല്ലോ മുങ്ങ എന്നുള്ള
ചിന്തയും നമുക്ക് വരാമല്ലോ. അപ്പം അങ്ങനെ തന്നെ ആ ഒരു കൂടുതലായിട്ടും ഈ ഒരു സംശയത്തിൻ്റെ കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ മേലിൽ പതിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു ക്യാരക്ടറാണ് പാർക്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അദ്ദേഹം ആ ഒരു വീട്ടിലെ കാര്യസ്ഥനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാം ഒളിഞ്ഞു കേൾക്കും എന്നുള്ളതാണ്. ഏം, ആം, ഈ ഒരു ബ്ലാക്ക് മെയിൽ ലെറ്റേഴ്സൊക്കെ ആദ്യം കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ പാർക്കർ എന്നുള്ള ആളാണ്. അദ്ദേഹം എല്ലാം ഒളിഞ്ഞു കേൾക്കും, എന്തൊക്കെയാണ് പറയുന്നുണ്ടെന്നൊക്കെ ഒളിഞ്ഞു കേൾക്കുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് അദ്ദേഹം. അതുപോലെ തന്നെ വേറൊരു കഥാപാത്രമാണ് മിസ്സിസ് റുസൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ആ വീട്ടിലുള്ള ഒരു മുതിർന്ന സ്ത്രീയാണ്. അഥവാ ജോലിക്കാരിയായിട്ടുള്ള ഒരു മുതിർന്ന സ്ത്രീയാണ്. ആം, അവരുടെ ഒരു രഹസ്യമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിരുന്ന മോളാണ് ഉർസുല എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ് അവരെയാണ് റാൾഫ് പാറ്റൺ രഹസ്യമായിട്ട് വിവാഹം കഴിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഉർസുല ബോണെ പറയുന്നുണ്ട്. അവരും ഈ ഒരു ഇതിൻ്റെ സംശയത്തിൻ്റെ നിഴലിൽ ആണ്. ഉം, അതുപോലെ തന്നെ അവർ ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഒരു അവരുടെ ലൈഫ് ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ആ, അങ്ങനെ അങ്ങനെയാണ് അവർ റാൾഫും അവരും തമ്മിൽ ഉർസുലയും തമ്മിൽ പ്രണയത്തിലാവുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത്രയും ആളുകളൊക്കെയാണ് ഒരു സംശയത്തിൻ്റെ നിഴലിൽ അവിടെ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറി ആ നടന്ന സംഭവം ആദ്യമായിട്ട് കാണുന്നത് ആരാണ്? ഈ ഡോക്ടറാണ്. ഈ ഡോക്ടർ നടന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ പൈറോട്ടിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ മനഃപൂർവ്വം ഈ ഒരു ഇതിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നില്ല. ചിലത് മനഃപൂർവ്വം എന്താണ് അദ്ദേഹം ഒഴിവാക്കി കളയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ എന്താണ് ഈ വായനക്കാരുടെ ശ്രദ്ധ എന്താണ്, ഇത് ഇവനായിരിക്കും എന്നുള്ളൊരു ചിന്തയിലേക്ക് വായനക്കാർ മാറുക എന്നുള്ളതാണ്. അഥവാ സ്വന്തം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വയം തന്നെ മറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ലാസ്റ്റ് നമ്മളെ പൈലറ്റ് എന്ത് ചെയ്യുന്നു? ഈ ഒരു സത്യം പുറത്ത് വിടുമ്പോൾ എന്താണ്, അദ്ദേഹം എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. എല്ലാം നറേറ്റ് ചെയ്ത് എന്താണ് ആളുകളൊക്കെ ചതിച്ച അവസാനം അദ്ദേഹം തന്നെയാണ് ഈ ഒരു ക്രൈം ചെയ്തത് എന്നുള്ളത് ഇതിൽ അവസാനം നമുക്ക് കാണാം. അങ്ങനെ അദ്ദേഹം ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് അവസാനം നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിൻ്റെ സമ്മറിയാണ്. ഇതിൽ പക്ഷേ പല കാര്യങ്ങളും നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഫസ്റ്റ് പറയുന്നത് കൺവെൻഷൻ ഓഫ് ദ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നുണ്ട്. അഥവാ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷന് വേണ്ട സാധാരണയായിട്ട് അത് പിന്തുടരുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. അതിൽ 2 പാർട്സ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് 5 എലമെൻറ്റ്സ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പ്ലേസ് ഓർ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ഒരു പ്ലേസ് വേണം, ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണം അതിന്. ഒരു വിക്ടിം വേണം, അതുപോലെ തന്നെ ഒരു മേർഡറർ വേണം, കൊല്ലുന്ന ആൾ വേണം, ഒരു കൊല്ലപ്പെടുന്ന ആളും വേണം. സസ്പെക്ട്സ്, കുറച്ച് സംശയ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. ദെൻ ആര് വേണം? മെയിനായിട്ട് ഡിറ്റക്റ്റീവ്. ഈ 5 സാധനങ്ങൾ ഉൾക്കൊണ്ടതായിരിക്കണം ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഇതിൽ പറയുന്നത് കോമൺ കൺവെൻഷൻസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്തായിരിക്കണം? ക്രൈം ആക്സിഡൻ്റ് അല്ല, ഒരു ആക്സിഡൻ്റ് ആവരുത്, ഇതൊരു കൊല ചെയ്യപ്പെട്ടതായിരിക്കണം. അതുപോലെ തന്നെ ഒരു സൂയിസൈഡും ആവാൻ പാടില്ല. സൂയിസൈഡ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് സൂയിസൈഡ്, അതിൽ അന്വേഷിക്കാനും ഒന്നുമില്ലല്ലോ. പക്ഷെ ഒരാളെ കൊല്ലുന്നത് ആയിരിക്കും ഇതിലെ സ്റ്റോറി എന്ന് പറയുന്നത്. അതുപോലെ മേർഡറർ ആ ഒരു സൊസൈറ്റിയിൽ ഉള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കണം. അല്ലാതെ എവിടെയോ നിന്ന് വന്ന ഒരാൾ കൊല ചെയ്ത് പോയി ആ ഒരു രീതിയിലായിരിക്കില്ല ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അവരുടെ ഫാമിലിയിൽ പെട്ട ആളോ എന്തെങ്കിലും ഒരു വിദ്വേഷമുള്ള ആളുകളോ അങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും ഇതിൽ മർഡറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഡിറ്റക്റ്റീവ് ആരായിരിക്കണം? ഔട്ട്സൈഡർ ആയിരിക്കണം എന്നുള്ളത്. ഒരിക്കലും ആ ഒരു ഫാമിലി മെമ്പറിലുള്ള ആളോ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളോ ആയിരിക്കരുത്. കാരണം അങ്ങനത്തെ ആളുകൾക്ക് എന്താണ് അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഇൻവോൾവ് ഉണ്ടാവും. പല പേഴ്സണൽ ആയിട്ടുള്ള പല ബന്ധങ്ങളും അതിലുണ്ടാവും. അപ്പം എന്താണ് ശരിക്കുള്ള കൊലയാളിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പം ആളെ എന്തായിരിക്കണം? ഔട്ട്സൈഡർ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിന് ഡിറ്റക്റ്റീവിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ലോജിക്കൽ ഡിഡക്ഷൻ ഉണ്ടാവണം. പിന്നെ ഇൻവെസ്റ്റിഗേഷന് ക്രൈം സീന് സ്റ്റഡി ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റണം. ദെൻ അതിൽ സംശയിക്കുന്ന ആളുകളുടെ ലിസ്റ്റുകൾ വരണം. അതുപോലെ തന്നെ അവസാനം എന്താവും? ഒരു ഫൈനൽ ഡിഡക്ഷനിലേക്ക് ആരെത്തും? ഡിറ്റക്റ്റീവ് എത്തും എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതെന്തായിട്ട് പരിഗണിക്കുള്ളൂ? ഡിറ്റക്റ്റീവ് ഫിക്ഷനായിട്ട് അത് പരിഗണിക്കുള്ളൂ. ദെൻ വേറൊരു ക്യാപ്ഷനായിട്ട് പറയുന്നുണ്ട് നറേറ്റർ ആൻഡ് ദ നറേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന കാര്യം നമ്മുടെ അഗത ക്രിസ്റ്റി ഒരു റോൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അഥവാ നോർമലി അവർ എല്ലാ ഡിറ്റക്റ്റീവ് ഫിക്ഷന് വേണ്ട ലോസും പാലിച്ചിട്ടുണ്ടെങ്കിലും മേജറായിട്ടുള്ള ഒരു സംഭവം അവർ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. അതിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നരേറ്ററായിട്ടുള്ള ഡോക്ടർ ഷെഫേർഡ് തന്നെ ആണ് മർഡറർ എന്നുള്ള ഒരു കാര്യം എന്താണ് മറച്ചു വെച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവസാനം മാത്രമാണ് അത് വെളിപ്പെടുത്തുന്നത്. അത് എന്ത് ചെയ്യുന്നു? വായനക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഷോക്ക് തന്നെ നൽകുന്നു എന്നുള്ളതാണ്. അഥവാ ഒരു വായനക്കാരെ ഒരു രീതിയിൽ ഒരു വഞ്ചിക്കുന്ന രീതി എന്നുള്ളതാണ്. അഥവാ അദ്ദേഹം തന്നെ നരേറ്റർ ആകുമ്പം അദ്ദേഹം ചെയ്ത പല തെറ്റുകളും അദ്ദേഹം മറച്ചു വെച്ചിട്ടാണ് അതിൽ സംസാരിക്കുന്നത്. അപ്പം നമ്മളും ഒരിക്കലും
ഒരിക്കലും അദ്ദേഹമാണ് ഈ ഒരു കൃത്യം ചെയ്തത് എന്ന് നമ്മളും ഒരിക്കലും വിശ്വസിക്കില്ല. നമുക്ക് ആ ഒരു ചിന്ത പോലും ആ ഒരു സമയത്ത് അദ്ദേഹത്തെ കുറിച്ചിട്ട് വരുന്നില്ല. അപ്പം അത് ഒരു റൂൾ ബ്രേക്കിംഗ് ആണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്ട്രാറ്റജി ഇവിടെ പറയുന്നത്. ദെൻ പിന്നീട് ജെയിംസ് ഷെഫേർഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം നേരത്തെ നമ്മൾ പറയാത്തൊരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. ജെയിംസ് ഷെഫേർഡ് എന്ന് നമുക്കറിയാം, ഒരു ചെറിയ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും വിശ്വസനീയമായിട്ടുള്ള എല്ലാവരുടെയും റെസ്പെക്റ്റ് അർഹിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം അതുപോലെ തന്നെ അദ്ദേഹം നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പം കൊല ചെയ്യപ്പെട്ട ആളുടെ സഹായത്തിനും എല്ലാത്തിനും മുൻപന്തിയിൽ അദ്ദേഹമാണ്. നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവ് വരുമ്പം എല്ലാം വിവരിച്ച് കൊടുക്കുന്നതും എല്ലാം അയാൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ അയാളാണ് അത് ചെയ്തത് എന്നുള്ള ഒരു ചിന്ത ഒരു വായനക്കാരൻ്റെ എന്ന നിലയിൽ നമുക്ക് ആർക്കും അത് തോന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനു മുമ്പ് മരിച്ച മിസ്സിസ് ഫറാസിൻ്റെ ഒരു മരണത്തെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അവർ മരിക്കാനുണ്ടായ കാരണം തന്നെ ആരാണ്? ഈ ഒരു ഡോക്ടർ തന്നെയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ അവരുടെ ഭർത്താവിനെ വിഷം കൊടുത്ത് കൊന്നു എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ അദ്ദേഹം ആ ഒരു നാട്ടിലെ ഡോക്ടറാണ്. അപ്പം ഈ ഒരു മരണത്തിന് ശേഷം അദ്ദേഹമാണത് പോസ്റ്റ്മോർട്ടം ചെയ്തത്. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇതൊരു വിഷം കൊടുത്ത് കൊന്ന കേസാണെന്ന്. പക്ഷേ അദ്ദേഹം ആ ഒരു തെളിവ് അവിടെ മറച്ചു വെച്ച് മിസ്സസ് ഫറാസിനെ അപ്പം രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം ആരോടും പറയുന്നില്ല, അത് കേസാക്കുന്നു ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എന്താണ്, പിന്നീട് അവർ മിസ്സസ് ഫറാസിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് പണം ആവശ്യപ്പെട്ട് ഇത് സഹിക്കാൻ പറ്റാതെയാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരാളെ മരണത്തിന് മാത്രമല്ല, രണ്ടാളെ മരണത്തിനും അദ്ദേഹം കാരണമായി എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എഴുതുമ്പം ഇതൊക്കെ അതിൽ നമുക്ക് ആഡാക്കാൻ പറ്റും. പിന്നീട് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ജെയിംസ് ഷെഫേർഡ് ദ വാട്സൺ ഫിഗർ എന്ന് പറയുന്നുണ്ട്. ഈ വാട്സൺ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ഷെർലക് ഹോംസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതിലാണ് ഈ ഒരു വാട്സൺ ക്യാരക്ടർ ഉള്ളത്. അതിൽ ഈ ഷെർലക് ഹോംസിൻ്റെ ഏറ്റവും അടുത്ത പ്രവർത്തിക്കുന്ന ആളാണ് ഈ വാട്സൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു സുഹൃത്തായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒപ്പം ജോലി ചെയ്യുന്ന ആളാണ് ഈ വാട്സൺ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ സെയിം ഫിഗറിലാണ് ഇവിടെ ആദ്യം നമ്മുടെ ഡോക്ടർ ഷെഫേർഡിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അഥവാ എല്ലാത്തിനും മുൻപന്തിയിൽ അങ്ങോട്ട് നിൽക്കാനും കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാനും എല്ലാത്തിനും മുൻപന്തിയിൽ അദ്ദേഹമാണ്. ഒരിക്കലും അദ്ദേഹമാണെന്നുള്ളത് ആ നാട്ടുകാരും അവിടെയുള്ള ഒരാളും തന്നെ ആ ഒരു ഫാമിലിയിൽ വിട്ട ആരും തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹമാണ് ഇത് ചെയ്തത്. കാരണം അത്രയും അദ്ദേഹം അവിടെ ഡ്രാമ കളിച്ചിട്ടുണ്ട്. ആ ഒരു ഫിഗറാണ് ശരിക്കും അദ്ദേഹം അവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ വാട്സൻ്റെ അതേ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അദ്ദേഹം ഇവിടെ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ ഹെർക്യൂൾ പൈററ്റിനെ കുറിച്ചിട്ടാണ്, ഡിറ്റക്റ്റീവിനെ കുറിച്ചിട്ട്. ഇതിൽ പറയുന്നത് ഈ പൈററ്റ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഈ അഗത ക്രിസ്റ്റി എന്ന് പറയുന്നത് അവർ ഭയങ്കരമായിട്ട് ഷെർലക് ഹോംസിൻ്റെ ഒരു ഫാനായിരുന്നു. അവരിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അവരുടെ ക്യാരക്ടറായിട്ടുള്ള ഹെർക്യൂൾ പൈററ്റിനെ അവർ സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് അവർ സൃഷ്ടിക്കുന്നത് 1920 അവരുടെ ആദ്യത്തെ നോവലിലാണ് ആദ്യമായിട്ട് ഈ പൈററ്റിനെ കണ്ടത്. പിന്നീട് 1926 നമുക്ക് ഈ പഠിക്കാനുള്ള ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. അതിലും വീണ്ടും അദ്ദേഹത്തിനെ വീണ്ടും കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതിൽ പൈററ്റ് ഒരു ഔട്ട്സൈഡർ ആണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബെൽജിയം ഡിറ്റക്റ്റീവ് ആണ്. സോ ഇതിൽ റോള് കറക്റ്റായിട്ട് പാലിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിറ്റക്റ്റീവ് എന്തായിരിക്കണം, ആ സൊസൈറ്റിയിൽ നിന്നുള്ള പുറത്തുള്ള ആളായിരിക്കണം എന്നുള്ളത് പറഞ്ഞ് അത് കറക്റ്റായിട്ട് ഇതിൽ പാലിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഔട്ട്സൈഡർ ആയതുകൊണ്ട് ഒരു വികാരപരമായിട്ടുള്ള ഒരു ബന്ധങ്ങളും ആ ജനങ്ങൾക്കിടയിലില്ല. ആ ഒരു പ്രശ്നം അവിടെ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരെയും സംശയിക്കും എന്നുള്ളതാണ്. അങ്ങനത്തെ ആളുകൾക്ക് എന്താണ്, എല്ലാവരെയും സംശയിക്കാം. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം, അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, ഇൻ്റലിജൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഹ്യൂമൻസിൻ്റെ ഒരു നേച്ചർ അവർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. പിന്നെ പറയുന്ന അതുപോലെ തന്നെ ഗ്രേ സെൽസ് ഉപയോഗിച്ചിട്ട് എന്താണ്, ചെറിയ ഒരു സൂചനകൾ എന്താണ്, വലിയതായിട്ടുള്ള ആ ഒരു തെളിവുകളിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ അയാളെ സമീപനം നമ്മുടെ പോലീസുകാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഷെർലക് ഹോംസിനെ പോലെ തന്നെ എന്താണ് പറയുന്നത്, അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടത് വ്യത്യസ്തമായെന്നുള്ളത്. ആദ്യം അദ്ദേഹം പോലീസുകാരും ഇങ്ങനെ അല്ല എന്നല്ല, ആദ്യം അവർ ആ ക്രൈം സീന് എന്താണെന്നുള്ളത് ശരിക്കും വെടിപ്പും വൃത്തിയിലും എന്താണ് അവരത് പരിശോധിക്കുന്നു. ഓരോ ചുവടുകളും ഇതെങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള ഭയങ്കരം ആഴത്തിലുള്ള പരിശോധന തന്നെ അവരുടെ റൂമും നടന്ന വീടും എല്ലാം കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. പിന്നെന്താണ്, ആരൊക്കെ സംശയമുണ്ട് എന്നുള്ള ലിസ്റ്റുകൾ പിന്നീട് തയ്യാറാക്കുന്നു. അതിലെന്താണ് പലതരം ചോദ്യങ്ങൾ അവരെ പിന്നീട് ഓരോരുത്തരായിട്ട് ചോദിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പറയുന്ന വേറൊരു കാര്യമാണ് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, അവരുടെ ഒരു കഴിവ് എന്താ വെച്ചാൽ ഈ ആളുകളെ കൊണ്ട് തന്നെ അവരുടെ സത്യങ്ങൾ പറയിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ്. അഥവാ
നമ്മൾ പൈററ്റ് പറയുന്നുണ്ട്, ആ ഒരു വില്ലേജേഴ്സിനോട് പറയുന്നുണ്ട്, നിങ്ങളിൽ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അഥവാ അവർ സ്വയം തന്നെ അവരുടെ സീക്രട്സ് പറയാൻ പ്രേരിതരാകുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പം ചെറിയ എല്ലാവർക്കും ചെറിയ ചെറിയ സീക്രട്ടുകളുണ്ട്. അപ്പം അതൊക്കെ മറച്ചു വെക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അവരെ കൊണ്ട് തന്നെ പറയും. കാരണം അത് ആ ചെറിയ സീക്രട്ട് പറയാഞ്ഞാൽ താൻ എന്തോ ഒളിപ്പിക്കുന്നു എന്നുള്ളത് ആർക്ക് മനസ്സിലാവും? പൈററ്റ് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ചെറിയ സീക്രട്ടുകൾ ഓരോന്നും പറയാൻ അവർ നിർബന്ധിതയാവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം അവരല്ല ചെയ്തതെന്നുള്ള അവർക്കറിയാലോ. പക്ഷെ ആ ഒരു രീതിയിൽ അവരാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ അവർ എത്തരുത് എന്ന് വിചാരിച്ചിട്ട് അവരുടെ ചെറിയ കാര്യങ്ങൾ പോലും അവർ പറയാൻ പ്രേരിതയാകുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് റെഡ് ഹെറിംഗ്, സസ്പെക്ട്സ് ആൻഡ് എവിഡൻസ് പറയുന്നുണ്ട്. എന്താണ് ഈ റെഡ് ഹെറിംഗ് എന്ന് പറയുന്നത്? ഈ റെഡ് ഹെറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നൽകുന്ന ഒരു തെറ്റായിട്ടുള്ള ധാരണ, അതിനെയാണ് റെഡ് ഹെറിങ്സ് എന്ന് പറയുന്നത്. അത് നമ്മളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു സൂചന. അത് ഏറ്റവും വലിയ റെഡ് ഹെറിംഗ് ആയിട്ട് പറയുന്നത് എന്താണ്? ഈ കഥ പറയുന്നത് ആരാണ്? ഡോക്ടർ ഷെഫേർഡ് തന്നെയാണ്. തന്നെയാണ് ഏറ്റവും വലിയ റെഡ് ഹെറിംഗ് എന്നുള്ളത്. കാരണം അയാൾ പറയുമ്പം അയാളുടെ തെറ്റുകളൊക്കെ മറച്ചു വെക്കുന്നു. വായനക്കാരെ എന്താണ് മറ്റുള്ളവരാണ് ഇത് ചെയ്തതെന്നുള്ള ആ ഒരു സംശയിക്കാൻ വേണ്ടിയിട്ട് വായനക്കാരെ നിർബന്ധിക്കുന്നു. അതുപോലുള്ള ഒരു നരേഷനാണ് അദ്ദേഹം കൊടുക്കുന്നത്. വാട്സനെ പോലെ സഹായിയായിട്ടാണ് അയാൾ എല്ലാവർക്കും തോന്നുക എന്നുള്ളതാണ്. ദെൻ അനദർ റെഡ് ഹെറിംഗ് പറയുന്നത്, ആ ഒരു സ്ട്രാറ്റജി പറയുന്നത്, കഥയിൽ എന്താണ് ലിറ്ററലി എല്ലാവർക്കും രഹസ്യങ്ങളുണ്ട്. അപ്പം എന്താണ് വായനക്കാർ എല്ലാവരെയും സംശയിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ചെറിയ ചെറിയ രഹസ്യങ്ങളാണെങ്കിലും ഓരോ രഹസ്യങ്ങൾ അതിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം തമ്മിൽ തമ്മിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയുന്നില്ലെങ്കിലും അവർക്ക് തന്നെ അറിയാം രഹസ്യങ്ങളുണ്ട്. സോ അത് എല്ലാവർക്കും ഒരു സംശയം, എല്ലാവരെയും ഒരു സംശയത്തിന് ഈ വായനക്കാർക്ക് അത് തോന്നിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധരിപ്പിക്കൽ ആരെയാണ്? റാൾഫിനെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പ് സൺ ആയിട്ടുള്ള റാൾഫിനെ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അഥവാ അതിൽ പറയുന്നുണ്ട് അക്കയോടുമായിട്ട് എന്താണ് തർക്കം ഉണ്ടായിരുന്നു, നടന്നിരുന്നു. അതുപോലെ തന്നെ അവർ തമ്മിലൊരു അസ്വസ്ഥമായിട്ടുള്ളൊരു ബന്ധം ആയിരുന്നു നിലനിന്നത്. അതുപോലെ അദ്ദേഹം ഭയങ്കര പൈസ നല്ലോണം ചിലവാക്കുന്ന ആളാണ്, പണം പാഴാക്കുന്ന ആളാണ്. അതുപോലെ തന്നെ കൊലപാതകം നടന്ന ദിവസം അയാൾ അവിടുന്ന് ഡിസപ്പിയർ ആയി എന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിനെ സംശയിക്കാൻ കൂടുതൽ വഴി വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പ്രിന്റ് ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ പാരറ്റിന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ എന്താണ്? ഇത് കണ്ടപ്പോൾ തന്നെ ഇൻസ്പെക്ടർ റാഗ്ലൻ എന്താണ് ഉറച്ചു പറഞ്ഞു, ആരാണ്? റാൾഫ് തന്നെയാണ് കൊലയാളി എന്ന് ശരിക്കും ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. കാരണം ആ ഒരു ബോട്ടിന്റെ ആ ഒരു പ്രിന്റും കൂടെ കിട്ടിയതോടെ എന്തായി? ഉറപ്പിച്ചു. ആര്? ഇൻസ്പെക്ടർ ഉറപ്പിച്ചു. പക്ഷേ ശരിക്കും പൈററ്റിന് മനസ്സിലായി കൊലപാതകത്തിന് ശേഷം എന്താണ് ഡോക്ടർ ആൾഫ് അയാളുടെ ഷൂസ് ധരിച്ചതാണെന്നുള്ളതൊക്കെ പൈററ്റിന് കാര്യം മനസ്സിലായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്ലോറ ഒരു ക്യാരക്ടർ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ അക്യോഡിൻ്റെ ഒരു അകന്ന ബന്ധുവായിട്ടുള്ള ഒരു ഫ്ലോറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് പറഞ്ഞിരുന്നത്. അവർ അക്യോഡിൻ്റെ റൂമിൽ വന്നിട്ട് 40 പൗണ്ടൊക്കെ മോഷ്ടിക്കുന്നുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ അക്യോഡിനെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷേ അത് പോയത് ഈ 40 പൗണ്ട് മോഷ്ടിക്കാനാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രഹസ്യങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും അത് ഓപ്പൺ ആയിട്ട് പറയുന്നില്ലെങ്കിൽ പോലും പൈററ്റ് എല്ലാം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കെറോലിൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഡോക്ടറുടെ സഹോദരിയായിട്ടുള്ള കെറോലിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അവളൊരു സ്പിൻസ്റ്ററാണ്. അഥവാ കുറച്ചൊക്കെ പ്രായമായിട്ടുള്ള കല്യാണം കഴിക്കാത്തൊരു ലേഡി ആയിട്ടാണ് ഇവർ വരുന്നത്. ആ ഒരു നാട്ടിലെ തന്നെ ഒരു ഗോസിപ്പ്, ആ ഒരു വാർത്തയുടെ തന്നെ ഒരു ഉറവിടമായിട്ടാണ് അവളെ പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വിമൺലി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സോറി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അവളെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മിസ്സസ് ഫറാസിൻ്റെ സൂയിസൈഡ് അവളുടെ ഭർത്താവിൻ്റെ സൂയിസൈഡിന് കാരണം അവശപ്പെടുത്തതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റാൾഫ് കുറ്റക്കാരനല്ല എന്നുള്ള കാര്യം അവരെ വിളിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഫ്ലോറയും അതുപോലെ തന്നെ റാൾഫും തമ്മിൽ സ്നേഹിക്കുന്നില്ല. ഫ്ലോറയ്ക്ക് ഇഷ്ടം മേജർ ബ്ലണ്ടനെയാണെന്നുള്ള കാര്യമൊക്കെ അവർ റിവീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടൊക്കെ തന്നെ എന്താണ് ഡോക്ടറിൻ്റെ ഏറ്റവും ഒരു ഭയം ആരാണ്? തൻ്റെ സഹോദരിയായിട്ടുള്ള കെറോലിൻ തന്നെയാണ്. അവൾ എങ്ങനെയെങ്കിലും താൻ ചെയ്ത കുറ്റകൃത്യം പിടിക്കുമോ എന്നുള്ള ഭയം ഡോക്ടർക്ക് ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നത് ഷീ മൈറ്റ് ഗസ്, അവൾ എങ്ങനെയെങ്കിലും അവൾ ഗസ് ചെയ്യുമോ എന്നുള്ളൊരു പേടി അയാൾക്കുണ്ട്. പക്ഷേ അത് ആ ഒരു കുടുംബ സ്നേഹത്താൽ എന്താണ് തൻ്റെ സഹോദരനെ ഒരിക്കലും അവൾ സംശയിക്കുന്നില്ല. ഇത് തന്നെയാണ് ആ കഥയിൽ എന്താണ് അയാളെ രക്ഷിക്കുന്നതും എന്നാണ്. അപ്പോൾ ഈ ക്രിസ്റ്റി അവളെ മിസ് മാർപ്പിളായിട്ട് ഒരു മോഡൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. മിസ് മാർപ്പിൾ എന്ന് പറയുമ്പം അവരുടെ തന്നെ മറ്റൊരു ക്യാരക്ടറാണ്, ഒരു ലേഡി ക്യാരക്ടറാണ്. ഇതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഡി ക്യാരക്ടറാണ്. അപ്പം അതിനോട് സാമ്യപ്പെട്ട ഒരാളായിട്ടാണ് കെറോലിനെ ഇവിടെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. ചുമ്മാ ഗോസിപ്പ് പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ ആയിട്ടല്ല പറയുന്നത്. അവർ പറയുന്ന പല കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ടാവും, ഭയങ്കര കൃത്യമായിട്ടുള്ള ഗസ്സും അവർക്കുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ മഹജോങ് എന്ന് പറയുന്ന ഒരു ഗെയിമിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു ചൈനയിൽ നിന്നുള്ളൊരു ഗെയിമാണിത്. ഒരു റമ്മി കാർഡ് ഗെയിം കളിക്കുന്നത് അതുപോലെ തന്നെയുള്ള ഒരു ഗെയിമാണിത്. ഈ ഒരു ഗെയിം എന്താണ് ഒരു സോഷ്യൽ ഗാദറിങ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. അവിടെയുള്ള ഒരു വില്ലേജേഴ്സ്
കളിക്കുന്നവർ അതിൽ എന്താണ് ഓരോരുത്തരുടെ ക്യാരക്ടർ അഥവാ അവനാൻ്റെ സംഭവം കാർഡ് വെച്ചിട്ടുണ്ടാക്കുമ്പോഴും മറ്റുള്ളവരെന്താണ് മറ്റുള്ളവരത് വീക്ഷിച്ച് ഒരു ചതിയിലൂടെയുള്ളൊരു ഗെയിം പോലെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആഹ് അങ്ങനെ ഈ ഒരു ഡോക്ടർ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഗെയിമിൽ ഭയങ്കര ക്വയറ്റാണ്. താൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നുമുണ്ട് അയാൾ. അങ്ങനെ എന്താണ് ഒരു പെർഫെക്റ്റ് ഹാൻഡ് വെച്ചിട്ട് എന്താണ് എല്ലാവരും അദ്ദേഹം സർപ്രൈസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അഥവാ ഇതിനർത്ഥം അദ്ദേഹം അയാളുടെ ഒരു നരേറ്റീവ് സ്റ്റൈലിനെയാണ് ഇതിൽ പറയുന്നത്. അതിൽ അയാളുടെ ട്രൂത്ത് ശരിക്കും അയാൾ ഒളിപ്പിച്ച് വെക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ആ ഗെയിമിൽ ജയിച്ചു കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അഹങ്കാരം അതിൽ കാണാം. അതുപോലെ തന്നെ ആ ഒരു അഹങ്കാരം അദ്ദേഹത്തിൻ്റെ നെഗറ്റീവിലും കാണാം എന്ന് പറയും. എല്ലാവർക്കും ബോറടിക്കുന്നുണ്ട് ക്ലാസ്. ചെറിയൊരു കാര്യങ്ങളും അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. സോഷ്യൽ മിലിയോ ആൻഡ് ക്ലാസ് കോൺഷ്യസ്നസ് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷന് അതിനെ സംബന്ധിച്ച് എന്താണ് ഒരു അതിൽ കുറ്റവാളിയും അതുപോലെ തന്നെ ആ കുറ്റത്തിന് ഇരയായിട്ടുള്ള ആ ഇരയും എന്താണ് ഒരേ സമൂഹ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്നുള്ളതായത് അതിൻ്റെ ഒരു ലോ നമ്മൾ നേരത്തെ പഠിച്ചു. അത് കറക്റ്റായിട്ട് ഈ ഒരു നോവലിൽ കാണാം എന്ന് പറയുന്നുണ്ട്. അഥവാ റോജർ അക്രോയ്ഡ് എന്താണ് അദ്ദേഹം ഭയങ്കര ഒരു വെൽത്തി ആയിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് വെൽത്ത് ഒരിക്കലും പാരമ്പര്യമായിട്ട് കിട്ടിയ വെൽത്തല്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരമായിട്ട് അദ്ദേഹം ഉണ്ടാക്കുന്നതാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വഴി അദ്ദേഹം ഉണ്ടാക്കുന്ന വെൽത്താണ്. ഇതിലൂടെ പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്യാപിറ്റലിസ്റ്റിന്റെ വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ കിങ്സ് അബോട്ട് ആ ഒരു നഗരത്തെ കുറിച്ചിട്ട് ആ ഒരു ഗ്രാമത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ഒരു ഗ്രാമം ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഗ്രാമമാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഫുൾ ഓഫ് ഗോസിപ്പാണ്. ഒരു സ്വകാര്യ ജീവിതമൊക്കെ എന്താണ് ചർച്ചകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ടൈപ്പ് ഓഫ് വില്ലേജ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഇനി അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഈ അക്രോയ് അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ അക്രോയ്ഡ് കൊല്ലപ്പെടുമെന്നാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടം ഉള്ളതായിട്ട് ആർക്കെങ്കിലും പറയുന്നുണ്ട്? ഇല്ല, ഒരിക്കലും എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ ആരും തന്നെ ദുഃഖിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ ക്ലാസ് കോൺഷ്യസ്നെസ്സിൽ പറയുന്നത് അക്രോയ്ഡ് എന്താണ് അദ്ദേഹത്തിന്റെ സ്റ്റെപ്സ് ആയിട്ടുള്ള റാൾഫിനെ ഫ്ലോറയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിർബന്ധിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ റാൾഫ് അതൊന്നും കേൾക്കാതെ ഉർസലയെ എന്താണ് ആ വീട്ടിലുള്ള വേലക്കാരിയുടെ മകളായിട്ടുള്ള ഉർസലയെ എന്താണ് സീക്രട്ട് ആയിട്ട് മാരേജ് ചെയ്യുന്നു. ഇതെന്താണ് നമ്മുടെ ഈ ഒരു അക്രോയ്ഡിനെ സംബന്ധിച്ച് അദ്ദേഹം ആ ഒരു നഗരത്തിൽ തന്നെ ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ഒരു മാനാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പുത്രന് ഇങ്ങനെ ഒരു വേലക്കാരിയായിട്ടുള്ള ഒരു പ്രണയം അല്ലെങ്കിൽ അത് ആ ഒരു മാരേജ് എന്ന് പറയുമ്പോൾ അതൊരു ക്ലാസ് ഡിഫറൻസ് അതിൽ കാണാം. സോ അക്രോയ്ഡ് എന്താണ് ആ ഒരു ക്ലാസ് സ്കെയിൽ അതിൻ്റെ ഒരു ലംഘനമാണെന്ന് കരുതി നമ്മുടെ റാൾഫിനെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. എന്താണ് ഒരു സാമ്പത്തിക നിലയിൽ നീ ഉയരുന്നത് വരെ ഈ വിവാഹം നീ സീക്രട്ടായിട്ട് തന്നെ മറച്ചു വെക്കണം എന്നുള്ളത് അവനോട് നിർബന്ധിച്ച് പറയുന്നുണ്ട്. ഇതിലൂടെ പറയുന്നത് എന്താണ് ആ ഒരു അപ്പർ ക്ലാസിന്റെ ആ ഒരു ബോധവും അതുപോലെ തന്നെ അവരുടെ ഒരു നിയന്ത്രണവുമാണ് ഇതിലൂടെ ക്രിസ്റ്റി അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന രീതി അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റിൽ പറയാനായിട്ട്.